മത്തായി വ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ തായ്ലാൻഡ് പട്ടായയിലെ കോറൽ ഐലൻഡിലെ വളരെ മനോഹരമായ ഒരു പാരാസെയിലിംഗ് വീഡിയോ ആണ്. അപ്പോൾ പാരാസെയിലിംഗിന്റെ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾ കണ്ടാസ്വദിക്കൂ. തായ്ലാൻഡ് പട്ടായയുടെ ഒരു ഗ്രാമീണ കാഴ്ചയാണ് ഈ കാണുന്നത്. തെങ്ങും വാഴയും മീൻ വളർത്തലൊക്കെ ആയിട്ട് അതിമനോഹരം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. ഒരുപാട് മെയിൻ വളർത്തലുകളുണ്ട്. നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ യാത്ര ചെയ്യുന്ന അതേ സുഖം. അതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ റോഡ് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള റോഡുകൾ. റോഡിൻ്റെ സെൻട്രൽ പനകളും മറ്റ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്തുകൊണ്ടും അവിടെ വരുന്ന ടൂറിസ്റ്റ് ആളുകളെയൊക്കെ ആകർഷിക്കാൻ തക്കവണ്ണം വളരെ മനോഹരമായിട്ടുള്ള റോഡ്. ട്രാഫിക് സംവിധാനങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സൈഡിലുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റൊക്കെ നല്ല വലിയ ടൈപ്പ് കോൺക്രീറ്റ് പോളുകളാണ്. ഒരു കാറ്റടിച്ചാൽ ഒടിഞ്ഞു വീഴുന്ന ഒന്നുമല്ല. എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയും മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണ്. എന്നാലും അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് റോഡിൽ കണ്ടാൽ അറിയാം. ഗ്രില്ലൊക്കെ ഇട്ട് വളരെ കൃത്യമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ പാരാസെയിലിങ്ങിന് പോകാനുള്ള അവരുടെ ടീമിൻ്റെ അടുത്തെത്തി. കടലിൻ്റെ സൈഡിൽ ബോട്ട് ജെട്ടിയുടെ അടുത്ത് അവിടെ ഓരോ ഗ്രൂപ്പായിട്ട് അവർ പേരെഴുതി കയ്യിൽ അവരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ കെട്ടി വിടുകയാണ്. എന്തായാലും ഞാനും പ്രോസസ്സിൽ കൂടെ ഇത് Coral Island, alright? Pattaya city. Now we are going to Coral Island. How many kilometers from here? I don't know that. Now I need 20 minutes. I know. 20 minutes, alright? Yes, allow 20. Okay, thank you. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. വെള്ളത്തിലൊരു വേസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ആ തരത്തിലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. നൂറുകണക്കിന് ബോട്ടുകൾ, റൈഡിംഗ് ബോട്ടുകളൊക്കെ പട്ടായ ആ സിറ്റിയുടെ ഒരു മനോഹരം ആയ ബോർഡും ഒരു ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ ടവറൊക്കെ ചുറ്റും ഒരു യു പോലെ നിൽക്കുന്ന ഒരു ടൗണിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ. ആ ചുറ്റും മനോഹരമായ ബിൽഡിങ്ങുകളും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ കാണണം. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അങ്ങനെ ആ ബോട്ട് ജെട്ടിയുടെ ഒരു കൃത്യമായിട്ടാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ പറ്റുന്ന ടൂറിസത്തിൻ്റെ പാർട്ടാണ് ഈ കാണുന്നത്. അതിനെയാണ് ഈ തായ്ലാൻഡ് പോലുള്ള കൊച്ചു രാജ്യമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച് കാണിച്ചു തരുന്നത്. നമുക്ക് ഇതാ ഞങ്ങളെ കണ്ടോളൂ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ സാധ്യതയാണ് ഈ കടലുമായി ബന്ധപ്പെട്ട ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. അവിടെ എത്ര മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നൂറുകണക്കിന് ബോട്ടുകളും അല്ലെ അവരുടെ ബോട്ട് സർവീസുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിൽ കയറി. ഭയങ്കര ജർക്കിംഗ് ആണ്, ഭയങ്കര ചാട്ടം. അതുകൊണ്ട് തന്നെ എല്ലാവരും സൗണ്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഒക്കെ വളരെ മനോഹരമായൊരു കാഴ്ചയും അനുഭവമായിരുന്നു എന്തായാലും ഈ ബോട്ടിലൂടെ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിലൊരു ക്യാമറ ഞാൻ പിടിക്കുന്നതുകൊണ്ടും ഒരു കൈ കൊണ്ട് കയറയിൽ പിടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും സംഭവം. അതിലൂടെ ബോട്ട് ജർക്കിങ് ഇങ്ങനെ ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നൂറുകണക്കിന് ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഈ പല ഐലൻഡുകളുണ്ട്, കൊച്ചു ഐലൻഡുകളും ബീച്ചുകളും ഈ കടലിൽ നിന്ന് പോയി കണ്ടുവരാവുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. ആ ഐലൻഡിൻ്റെ പാട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്ക് വലിയൊരു ബാർജ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു മിനി ഷിപ്പ് പോലെയൊക്കെയുള്ള ഒരു സംവിധാനം അവർ ഹോൾഡ് ചെയ്ത് ആങ്കർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ആണ് ഈ പാരാസെയിലിംഗ് നടക്കുന്നത്. ഒരുപാട് പാരാസെയിലിംഗ് കമ്പനികളുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് കടലിൻ്റെ ഉള്ളിലും കാണാൻ പറ്റുന്നത്. അതായത് ചെറിയ ബോട്ടുകളും അത് നമ്മുടെ പൈസയ്ക്കനുസരിച്ചാണ്. നമ്മൾ എത്ര രൂപയാണോ കൊടുക്കുന്നത് അതനുസരിച്ചുള്ള സ്പീഡുള്ള സ്പീഡ് ബോട്ടുകളും വലിയ ബോട്ടുകളും 10, 30, 40 പേരൊക്കെ കയറുന്ന ബോട്ടുകളും അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡിൽ ചെറിയ ചെറിയ
ബീച്ചുകളിലേക്കുള്ള യാത്ര, ആ ബീച്ചുകൾ മനോഹരമാക്കി വെച്ചിട്ടുള്ള അവിടുത്തെ സ്കൈ ജെറ്റ് പോലുള്ള സംവിധാനങ്ങളും, അത് ചെറിയ മലമടക്കുകളിൽ നിന്നൊക്കെ ഇറങ്ങി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ച. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വലിയ ടൗണിനോട് ചേർന്ന് അടുത്തുള്ള ഒരു ഐലൻഡ്, അല്ലെങ്കിൽ ഐലൻഡിനോട് കുറച്ച് വിട്ടു നിൽക്കുന്ന പാർട്ട്, കര വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും ഈ ബാർജിൽ നിന്ന് നോക്കിയ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പാരാസൈലിംഗ് സൈഡിൽ ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ ബലൂൺ പോലെ ആ സംവിധാനം, അതിൽ തൂങ്ങിക്കിടന്ന് പോകുന്ന ആളുകൾ. ഇതൊരു ബോട്ട് സംവിധാനത്തിലാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ ബോട്ട് സ്പീഡ് ബോട്ടാണ്. ആ സ്പീഡ് ബോട്ട് പോകുന്ന സ്പീഡ് അനുസരിച്ചാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. ചുറ്റും ആ ടൗൺഷിപ്പിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാം. ഞങ്ങളുടെ ബാർജ് ഇതാണ്. അങ്ങനെ ഞങ്ങൾ ബാർജിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഒരു സേഫ്റ്റി ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഈ പാരാസൈലിങ്ങിൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ലൈഫ് ജാക്കറ്റുകളും അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ക്ലാസ്സുകളും ഒക്കെ. ഒരു 10 മിനിറ്റ് എങ്ങനെയാണ് ഈ പാരാസൈലിംഗ് കയറുക, എങ്ങനെയാണ് ഇത് പറക്കുക എന്നൊക്കെയുള്ള ഒരു ക്ലാസ്സുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെയാണ് ഇതാ ഇവിടെ HSC ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒരു ഇൻഡക്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ പാരാസൈലിങ്ങിൻ്റെ ഇൻഡക്ഷൻസ്. അത് കൂടുതൽ ഇന്ത്യക്കാരൊക്കെയാണത് നടത്തുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയത് തായ്ലാൻഡിൽ ചെന്നിട്ട് ഇതൊന്നും അവിടത്തുകാരല്ല കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഇന്ത്യക്കാരാണ് കൂടുതൽ. കാരണം അവരാണ് അവിടുത്തെ ടൂറിസം മേഖല കൈയടക്കിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അങ്ങനെ പലരും ഈ ഒരു സംവിധാനത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ഈ പാരാസൈലിങ്ങിൻ്റെ ബലൂണുകളും ആളുകളുമാണ്. ഇതിൽ പാരാസൈലിംഗ് പല രീതിയിലുണ്ട്. ഈ പാരാസൈലിംഗ് ഇത് ബോട്ടിൽ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. ഇത് ലോകത്തിൽ പല രാജ്യങ്ങളിലും ഈ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഗോവയിലും ഒക്കെ ഇതുണ്ട്. ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയിലെ ഒരു ഐറ്റമാണ് ഈ പാരാസൈലിംഗ്. ഇതുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 1000 തായ് ബാത്ത് ആണ് ഇതിന് ഉള്ളത്. ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 2500 രൂപയോ 3000 അടുത്ത് വരുന്നതിനെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 2500 ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്നെയും അണിയിച്ചൊരുക്കി എനിക്ക് ലൈഫ് ജാക്കറ്റും സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രാക്ടീസ്. അപ്പം പാരാസൈലിങ്ങിന് പോകണം. പാരാസൈലിങ്ങിൽ ഓക്കെ, ഇതൊരു ഇവിടുത്തെ ഒരു വേറിട്ടൊരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. മേത്ത് ഘടിപ്പിക്കുന്ന മാതിരി ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ലൈഫ് ലൈനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സേഫ്റ്റി ആയതുകൊണ്ട് ഈ സേഫ്റ്റി ഫുൾ ബോഡി ഹാർനസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. ഇത് നമ്മൾ മുറുക്കി പിടിക്കണം. അത് പൊങ്ങുമ്പോൾ അത് മുറുക്കി പിടിച്ച് ആ സ്റ്റാർട്ടിങ് സംഭവം നമ്മൾ താഴെ പോകുന്നൊക്കെ തോന്നും. വല്ലാത്തൊരു ആന്തലാണ്. പക്ഷെ അതങ്ങ് പൊങ്ങി ഒന്ന് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര റിലാക്സാണ്. സത്യത്തിൽ നമ്മളിങ്ങനെ ഈ എയറിൽ പറക്കുക എന്ന് പറയുന്ന കേട്ടിട്ടോ ഉള്ളൂ. അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ് ഈ ഇതിലിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു കൈവിട്ടു താഴെ പോയി എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ആ സ്പീഡ് ബോട്ട് പോകുന്നതനുസരിച്ച് ഞാനിങ്ങനെ എയറിൽ പറന്നുകൊണ്ടിരിക്കുക. കൈയൊക്കെ വിട്ട് ഭയങ്കര റിലാക്സാണ്. സത്യം പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റോളം അവരിങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ കറക്കിയ കടലിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ എത്ര പേടിയുള്ളവർക്കും ഒരു കുഴപ്പമില്ല. കാരണം ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പല ബോട്ടുകളിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട്. അപ്പോൾ ഒരു ആകാശത്ത് പറന്ന് നടക്കുന്ന ബലൂൺ അടുക്കടുപ്പിച്ച് പറന്ന് നടക്കുന്ന ഒരു എന്താ പറയുക, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്ന ഒരു മനോഹരമായൊരു അവസ്ഥ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഈ മേഘത്തിൻ്റെ ഒരു കാഴ്ചകളും പുറത്ത് ടൗണിൻ്റെ പൊന്തി നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെയും മറ്റും മനോഹരമായ ടൗൺഷിപ്പിൻ്റെ ഒരു ഭംഗിയും കടലിൻ്റെ ഭംഗിയൊക്കെ ഒരുമിച്ച് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വേറിട്ട കാഴ്ചയും അനുഭവം തന്നെയാണ്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ പല രാജ്യങ്ങളിലും പോയിട്ട് ഇത് വേണ്ടാന്ന് വെച്ചാണ് ഇങ്ങനെ ഇതിൽ കയറാൻ പേടിച്ചിട്ട്. പക്ഷേ
ഇത് രണ്ടും കൽപ്പിച്ച് കയറിയതാണ്. എന്തായാലും സൂപ്പർ, ഒന്നും പറയാനില്ല. അത്ര കൈയൊക്കെ വിട്ട് ശരിക്കും ഇതിലൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി, വളരെ മനോഹരമായിട്ട്. എന്തായാലും എൻ്റെ വീഡിയോ എടുത്ത ആളും അത് കൃത്യമായിട്ട് എടുത്തു എന്നുള്ളതും കൂടെ എടുത്തു പറയണം. ഇതൊരു അടിപൊളി ട്രിപ്പാണ്. കഴിയുന്നവർക്കൊക്കെ ഈ ഒരു പാരാസൈലിംഗ് ട്രിപ്പ് എന്താ പറയുക, ഗെയിം ശരിക്കും നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഞാനിത് ഇരുന്നപ്പോൾ തന്നെ, അത് പറന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് നമ്മുടെ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഇതൊക്കെ ചെയ്താൽ, ഇതിനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് സേഫ്റ്റി പ്രിക്കോഷണറി മെഷറൊക്കെ എടുത്ത് ചെയ്താൽ എത്രയോ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഏകദേശം ഞങ്ങളൊരു 100 പേരോളം അന്ന് ഈ ട്രിപ്പിൽ ചെയ്തു. ഈ 100 പേരും അല്ലെങ്കിൽ 99 ആളും അത് ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പം നമ്മുടെ ഈ തരത്തിലുള്ള ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരമുള്ള സോഴ്സ് ചെയ്യാൻ പറ്റും എങ്കിലും അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ജനങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു. എന്തായാലും വളരെ മനോഹരം. നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കാവുന്നതിൻ്റെ കാശുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർക്കാർ തലത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വളരെ മനോഹരമായിരിക്കും. എന്തായാലും അങ്ങനെ എൻ്റെ യാത്രയ്ക്കൊടുവിൽ ഞാൻ എൻ്റെ ഫൈനൽ പൊങ്ങിയ സ്ഥലത്ത് തന്നെ അവിടെ വന്നിറങ്ങി. എന്നെ കാലെ പിടിച്ച ഒരു ചവിട്ടി താത്തി മതി നിർത്തറ എന്നും പറഞ്ഞ് അങ്ങനെ എൻ്റെ ബലൂണിൻ്റെ കൊളുത്തൊക്കെ പിടിച്ച് എന്നെ സ്വതന്ത്രനാക്കി. അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഇവിടെ വരുന്നവരില്ല, വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. സത്യത്തിൽ മനസ്സിൽ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു യാത്ര. അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നൊരു സന്തോഷമല്ല തിരിച്ചു വന്നപ്പോൾ. ഭയങ്കര എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത മാതിരി, എന്തോ കീഴടക്കിയ ഒരു സന്തോഷത്തിലൂടെയാണ് വന്നത്. ലൈഫിൽ ആദ്യത്തെ ഒരു പാരാസൈലിംഗ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ബോട്ട് ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞു. ബോട്ട് ജെട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ആ ബോട്ട് ജെട്ടിക്ക് എന്ത് മനോഹരമായിട്ടാണ് കാത്ത് അവർ സംരക്ഷിക്കണമെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഭംഗി തോന്നി. കാരണം ഒരു ഇലയോ പേപ്പർ. അപ്പം അങ്ങനെ ഒരിക്കൽ കൂടെ ഈ മനോഹരമായ ഈ ബോട്ട് ജെട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ ഇറങ്ങി നോക്കി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. എന്നെ അതിശയിപ്പിച്ച 1-2 കാര്യങ്ങൾ ഇവിടെ ഞാൻ കണ്ടു ഈ യാത്രയിൽ. ഒന്ന്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഏത് സ്ഥലത്ത് നോക്കിയാലും നീറ്റാണ് എല്ലാം. ഒരു വാട്ടർ ബോട്ടിലോ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല. ഒക്കെ അവർ ക്ലീൻ ചെയ്ത് എപ്പോഴും നീറ്റാക്കിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊരു ബൈക്കാണ്. ഈ ഒരു ബൈക്ക് ഒരു MIT പോലത്തെ ഒരു വണ്ടി. ഇതിൻ്റെ സൈഡിൽ ഒരു ബോക്സ്, വലിയൊരു ബോക്സ് ഘടിപ്പിച്ചിട്ട് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് 2 വീലൊക്കെ സൈഡിൽ വെച്ചേക്കാണ്. ഇവിടെയുള്ള വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ. പ്രത്യേകിച്ച് അവിടെ സ്ത്രീകളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ജോലി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നു. അങ്ങനെയുള്ള ഒരു പ്രോസസ്സൊക്കെ അവിടെ ആ വണ്ടി കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ രാജ്യമൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ എൻ്റെ ഫോട്ടോ, ഞാൻ ബോട്ടിലും കയറുന്നതും പാരാസൈലിങ്ങിൻ്റെ ഫോട്ടോ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഇവിടെ നിരത്തി വെച്ചേക്കാണ്. ഒരു 3 ഇരട്ടി പൈസയെങ്കിലും അവർ പറയും ഈ ഫ്രെയിം കടക്കാം. നമ്മൾ അവിടെ എടുക്കുന്ന ഫോട്ടോസ് ഇവിടെ അവർ മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ അവർ നമ്മൾ വരുമ്പോഴത്തേക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഏത് നിലയ്ക്കൊക്കെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മനോഹരമായ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ എൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയുടെ. അവിടുത്തെ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ, ലേഡീസൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. തായ്ലാൻഡിലെ ഈ മനോഹരമായ ഈ പാരാസൈലിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയുക. കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.